അല്ലെ? എന്താണ് മുസല്ല? നിന്റെ മനസ്സിലായിരുന്നത് എന്താണ് മുസല്ല എന്ന് പറയുമ്പോ അറബിയാണല്ലോ. നോക്കുമ്പോ പണ്ടൊക്കെ നോമ്പൊക്കെ ആകുമ്പോത്തിന് പഴയ വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ വീട്ടിലത്തെ എല്ലാ വസ്തുക്കളും കൊണ്ടുപോയി അലക്കുന്ന സമയത്ത് ഈ ഇത്തരം തെരമ്പുകളും അതേമാതിരി തന്നെ നമസ്കാര പായകളെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ അലക്കാറുണ്ടായിരുന്നു. നമുക്ക് നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിക്കൊണ്ട് നമുക്ക് നിസ്കാരം ലഭിക്കുന്ന എപ്പോഴാണ്? അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മടങ്ങി വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ എവരിവൺ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് വീഡിയോ. ഇത് മുസല്ല പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, കടലിലേക്ക് കടക്കണം. അതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് കൂടി ആയിട്ടുള്ള അമാനയാണ്. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ബിഷറിനെയാണ് അടുത്തായിട്ട് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ പേര് മുഹമ്മദ് റിസ്വി. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അധികം നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുസല്ല എന്നുള്ള ഈ പേരിനെ കുറിച്ച് സംസാരിക്കാം, അല്ലെ? എന്താണ് മുസല്ല? നിന്റെ മനസ്സിലായിരുന്നത് എന്താണ്? മുസല്ല എന്ന് പറയുമ്പോ അറബിയാണല്ലോ. മുസല്ല എന്ന് പറയുന്നത് വാക്കര് ശരിക്കും മുസല്ല ഇസ്മ ആലത്തായിട്ടും പറയാം, അതേപോലെ തന്നെ ഇസ്മ മക്കാനായിട്ടും മുസല്ല എന്നുള്ളതിന് ഉപയോഗിക്കാലോ. നമസ്കരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ നമസ്കരിക്കുന്ന വസ്തു എന്നുള്ള നിലക്ക് രണ്ടായിട്ടും ഉപയോഗിക്കാം. ഈ നമസ്കരിക്കുന്ന വസ്തു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമസ്കരിക്കുന്നത് മുസല്ല അന്ന് നമ്മൾ കാണുന്നത് തരത്തിലുള്ള അത്ര ഒരു സോഫ്റ്റുള്ള സാധനമല്ല പണ്ടുണ്ടായിരുന്നത്. ഓലോണ്ട് തന്നെ തരമ്പുകള് അതേമാതിരി തന്നെ ഉണ്ടായിരുന്നത്. സാധാ പുൽപ്പായകളൊക്കെയാണ് നിസ്കരിക്കാനായിട്ടുണ്ടായിരുന്നത്. നിസ്കാരപ്പായ പള്ളികളിലൊക്കെ കുറച്ച് മുമ്പ് കാലം വരെ പുൽപ്പായ സംഭവം, പിന്നീട് കാർപ്പറ്റൊക്കെ വന്നേ. അങ്ങനെ നോക്കുമ്പോ പണ്ടൊക്കെ നോമ്പൊക്കെ ആകുമ്പോത്തിന് പഴയ വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ വീട്ടിലത്തെ എല്ലാ വസ്തുക്കളും കൊണ്ടുപോയി അലക്കുന്ന സമയത്ത് ഈ ഇത്തരം തെരമ്പുകളും അതേമാതിരി തന്നെ നമസ്കാര പായകളെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ അലക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ചരിത്രങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കാം ആദ്യം. അതെ, നിസ്കാരത്തെ ഇപ്പോൾ മുസല്ലയിലാണ് നമ്മൾ ഏവരും നിസ്കരിക്കാനുള്ള ഒരു പ്രധാന ഘടകമാണല്ലോ. മുസല്ല നമ്മുടെ ഉപയോഗത്തിന്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായിക്കൊണ്ട് നമുക്ക് നിസ്കാരം ലഭിക്കുന്ന എപ്പോഴാണ്? ആദ്യമായി നിസ്കാരം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? അതായത് മിറാജിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാശാരോഹണവും ആകാശങ്ങളോട് താണ്ടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര, അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു മുലാഖാത്ത് നടത്തുന്ന ആ ഒരു സംഭവം, പ്രവാചകരുടെ സ്വർഗ സന്ദർശനമൊക്കെ അള്ളാഹിന്റെ സമ്മാനമായി കിട്ടിയ ഒരു ഇതായിരുന്നു. സമ്മാനമാണ് ശരിക്കും നിസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇസ്രാ മിറാജിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരാനുള്ള ഒരു പ്രധാന ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ അവിടുത്തെ പള്ളിയിൽ നിന്നും നേരെ ഫലസ്തീൻ്റെ പള്ളിയിലേക്ക് പോകുന്നു, മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് അവിടുന്ന് ആകാശത്തോട് പാലനം ചെയ്യുന്നത്. ആകാശവും കടന്നുകൊണ്ട് ഓരോ പ്രവാചകന്മാരെയും കണ്ടുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത്, നമ്മുടെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം കാണിച്ചു കൊടുക്കുന്നു, നരകം കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലൊക്കെ അള്ളാഹു ഇതുവരെ ആർക്കും കാണിച്ചു കൊടുക്കാത്ത രൂപത്തിൽ ഹബീബിനെ അവിടുന്ന് നല്ലൊരു അതിഥി ആയിക്കൊണ്ട് അള്ളാഹു അവിടെ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അത്രയും അടുപ്പമുള്ള ആ ഒരു മലായിക്കത്ത്, ആ ഒരു മലക്കായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമും നബിമാരോടൊക്കെ അത്രയും കോണ്ടാക്റ്റ് ഉള്ള മലക്കായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു എന്തുകൊണ്ടും ഒരു പരിധി വരെ അവിടെ വെക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പ്രവേശനം നൽകുന്നില്ല. എന്നിട്ട് പോലും ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രവേശനം കൊടുക്കുന്നത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഇത്രത്തോളം സ്വർഗം കണ്ടു, അള്ളാഹുവിനെ നേരിട്ട് കാണാൻ സാധിച്ചു. മൂസാ നബി പോലും ഈ സന്ദർഭത്തിൽ ലഭിച്ചിട്ടില്ല. തൂർസീന പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ട് അവിടുന്ന് കാണുന്ന സമയത്ത് ഒരു പ്രകാശം കണ്ടുകൊണ്ട് അവിടുന്ന് ബോധം കെട്ട് വീഴുകയും ആ പർവ്വത കിടുകിട വിരിച്ചതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മടങ്ങി വന്നു. അത് വളരെയേറെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ അതെ അതെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ച സമയത്ത് ഇതിന് രണ്ട് സാധ്യതകളാണ് പണ്ഡിതന്മാരൊക്കെ പറയണതായിട്ട് ഞാൻ കേട്ടത്. ഒന്നാമത്തെ സാധ്യത എന്ന് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവിടുന്ന് ഒരു സമ്മാനമായി കൊടുത്തു. എന്ത്? നിസ്കാരത്തെ അവിടുന്ന് ഒരു സമ്മാനമായി കൊടുത്തു. ആ ഒരു നിസ്കാരത്തെ സമ്മാനമായി കൊടുത്തപ്പോൾ അത് എൻ്റെ ഉമ്മത്തിലേക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ്.
അപ്പോൾ എന്തുകൊണ്ടും താൻ നബി നേരിട്ട് തന്നെ ഇവിടേക്ക് വന്ന് കൊടുക്കണം ഈ ഒരു സാധനം. കാരണം അള്ളാഹിന്റെ അടുത്ത് കിട്ടിയതാണ് വേറെ അടുത്ത് കൊടുത്ത് ഏൽപ്പിക്കാൻ, ഏതെങ്കിലും മലക്കിന്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിക്കാനോ പറ്റില്ല. കാരണം അത്രത്തോളം അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സമ്മാനം ലഭിച്ച വേറെ സമുദായം ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ആ സമ്മാനമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു താല്പര്യം കൊണ്ടും, രണ്ടാമതായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിനോടുള്ള ആ ഒരു ഉമ്മത്തിനോടുള്ള അതിയായ ആ സ്നേഹം എത്രത്തോളം എന്ന് വെച്ചാൽ മരിക്കുന്ന നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് വരെ ഉമ്മത്തി അസ്വല എന്നാണ് പറയുന്നത്. നമുക്ക് ആ രംഗങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ആ മുസ്ലിം നമസ്കാരം നിലനിർത്തുന്നു എന്നുള്ള ഒരു ഇതാണല്ലോ മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെ. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിസ്കാരത്തിൽ നിന്നുള്ളത് നിസ്കാരത്തിന് ഒരുപാട് ആളുകൾ വളരെയേറെ കൗതുകത്തോട് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ, ഒന്നാമത് ആ ഒരു സ്വഫ് കെട്ടിയുള്ള നൃത്തം എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നിസ്കാരത്തിന് വഴി പറയുമ്പോ ആ സ്വഫ് കിട്ടുന്ന ആ ഒരു തന്നെ അന്ന് അമേരിക്കൻ ബോക്സർ ആയിട്ടുള്ള കറുത്തവർഗക്കാരനായിട്ടുള്ള മുഹമ്മദ് അലിയുടെ ആ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കല് ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ആ ഹോട്ടലിന് മുമ്പുള്ള ബോർഡ് വായിക്കുന്നുണ്ട് അദ്ദേഹം, പട്ടികൾക്കും കറുത്തവർഗക്കാർക്കും ഇവിടെ പ്രവേശനമില്ല എന്നുള്ള ആ ഒരു ബോർഡ് വളരെയധികം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം ഒരു നെഗറ്റീവില് ബാധിച്ചൊരു സാധനമാണല്ലോ ആ ഒരു ബോർഡ്. എന്നിട്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ പള്ളി കാണുന്നുണ്ട്. പള്ളിക്കകത്ത് മുസ്ലിം ആവുന്നതിന്റെ മുമ്പത്തുള്ള കാര്യമാണ്. അങ്ങനെ പള്ളി കാണുന്നുണ്ട്. പള്ളിക്കകത്ത് എല്ലാം മറന്ന് ഒത്തൊരുമയോട് കൂടി എല്ലാവരും ഒത്തൊരുമയോട് കൂടി സ്വഫ് കെട്ടി നിസ്കരിക്കുന്ന ആ ഒരു രംഗം അദ്ദേഹത്തെ വളരെ ഹഠാത് ആകർഷിക്കുന്നുണ്ട്. അതാരത് ഇസ്ലാമിന്റെ സുന്ദരപാതയിൽ കടന്നു വരുന്നു. പിന്നെ നടന്നൊക്കെ ചരിത്രങ്ങളാണ്. അപ്പോൾ അടുത്തത് കൊണ്ട് നമുക്ക് പറയുന്നത് നിസ്കാരത്തിന്റെ സയന്റിഫിക്കലായി ഇങ്ങോട്ടുള്ള രൂപത്തിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, നിസ്കരിക്കുന്ന അതിന്റെ ഓരോ ആക്ടിവിറ്റീസുകളും എല്ലാ നരമ്പുകൾ ശരീരത്തിന്റെ എല്ലാ എല്ലാ കെണുപ്പുകളും അവസ്ഥയിലുണ്ട്. അത് എല്ലാവരും നല്ല ശാസ്ത്രലോകം ഭയങ്കര ചിന്തിച്ചു പോയ ഒരുപാട് ഇരുന്നു പോയ ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. കാരണം അങ്ങ് 1400 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയൻസ് ഒന്നും പുരോഗമിക്കാത്ത കാലത്ത് ഇത്രയധികം സയന്റിഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നത് അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് അവരുടെ സമൂഹം തന്നെയാണ്. അത് തീർച്ചയാണ്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ സയന്റിഫിക്കലി എന്ന് പറയുമ്പോൾ ആ ഓരോ കെണിപ്പ് കളക്കുന്നുണ്ട്. ഒരു സയന്റിസ്റ്റിന്റെ പേര് എനിക്ക് ഓർമ്മയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം ഒരു മനുഷ്യന് നിസ്കരിക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന സലാം വിട്ടുന്നത് വരെയുള്ള ആ ഒരു രംഗത്തില് അതുവരെയുള്ള എല്ലാ കണിപ്പുകളും ഇളകുന്നുണ്ട്. അവര് ഈ കഴുത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു നരമ്പ് ആ ഒരു കെണിപ്പ് മാത്രമാണ് ഇളകാൻ ബാക്കിയുള്ളത്. അത് എങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഈ ഒരു ഇതുവരെ കഴിഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ ഓരോ എല്ലാ ആക്ടിവിറ്റീസും നോക്കുമ്പോൾ സലാമിന് മുമ്പുള്ള ഓരോ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ആ ഇളകാൻ യാതൊരു സാധ്യതയില്ല. അവസാനം ആ സലാം വിട്ടുന്നതോടുകൂടി ആ ഒരു നരമ്പ് കൂടി ഇളകുന്നതോടുകൂടി ശരീരത്തിലുള്ള ഓരോ കെണിപ്പും ആ നിസ്കാരം എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ ഇളകുന്നുണ്ട്. അതിനെ ഇളക്കം സംഭവിക്കുന്നു. അള്ളാഹു സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളുമാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നത് മിറാജിന്റെ കാര്യം ഇനി ബറാഅത്ത്, ശുദ്ധീകരണം നനച്ചുളി പരിപാടി നമ്മുടെ മലബാർ മേഖല ഞങ്ങളൊക്കെ പറയുള്ളതാണ്. പ്രത്യേകിച്ച് മലപ്പുറക്കാർ ഞങ്ങൾ പറയുള്ളതാണ് നനച്ചുളി പരിപാടി എന്നുള്ളത്. പല നാടുകളിലും പല രീതിയിലായിരിക്കും അതിനെ സമീപിക്കുന്നുണ്ടാവുക. കേരളത്തിലെ തനിമയാണ് നനച്ചുളി എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ, ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ ഞങ്ങൾ ടൗൺ സ്ക്വയർ പോയിരുന്നു. ടൗൺ സ്ക്വയർ പോയി ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരാൾ ഞങ്ങളെ ആ ഒരു ചർച്ചയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കുറിച്ച് കണ്ട് ഇപ്പോൾ അമ്മാൻ പറഞ്ഞായിരുന്നു. ഫീസത്ത മഞ്ചേരി മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് വണ്ടൂർ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞതായിട്ട്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയ ഒരു വ്യക്തിയാണ്. അവരുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ശോചനീയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പാത്തറ്റിക് ആയിട്ടുള്ള ഒരു
ജീവിത പശ്ചാത്തലമാണുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വളരെയധികം അവരുടെ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനും കൂടി പോയാല്, ഞാനും കൂടി മരണപ്പെട്ടാല് തൻ്റെ മകൾ ആരാണ് നോക്കുക എന്നുള്ള ഒരു ടെൻഷനിൽ പെട്ടെന്ന് തന്നെ അവരുടെ നിക്കാഹ് കഴിപ്പിച്ചിരുന്നുണ്ട്. ആ ഒരു 12-ാം വയസ്സിൽ തന്നെ. ആ സമയത്ത് അവർ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അവരുടെ കൂട്ടുകാരത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ ബൈക്ക് വെച്ചുകൊണ്ട് ചിരിച്ച് കാണിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവ്, ഇതാ എൻ്റെ പുതിയാപ്പിളയാണ് എന്ന് പറയുമ്പോൾ അതന്നെയാണ് എൻ്റെ ചിരിച്ചു കണ്ട് അതന്നെ എൻ്റെ പുതിയാപ്പിള എന്ന് പറയുന്ന ഒരു കാരണം അന്നത്തെ ആർക്കും അറിയില്ലായിരുന്നു ആരാണ് തൻ്റെ പുതിയ ഭർത്താവ്, വരാനിരിക്കുന്ന ഭർത്താവ് ആരാന്ന് അറിയില്ല. കാരണം അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ ഒരാണാണ്, അദ്ദേഹം നമ്മുടെ മതക്കാരാണെന്ന് നോക്കിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം നോക്കുന്നില്ല, പിന്നെ സാമ്പത്തിക സ്റ്റാറ്റസ് ചിലപ്പോൾ നോക്കുന്നില്ല, അങ്ങനെ നോക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു നഫീസാത്താന്റെ ആ ഒരു പിന്നെ താത്താന്റെ ലൈഫിലേക്ക് വരുമ്പോ അതൊന്നും നോക്കാത്തുള്ള അവരുടെ ആ ഒരു നനച്ചുടിയാണല്ലോ നമ്മൾ വിഷയം. നനച്ചുടിന്റെ ഒരു അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ പറയണ ചുമരൊക്കെ മണ്ണുകൊണ്ട് തേക്കും, അതുപോലെ തന്നെ നിലം കരി കൊണ്ട് തേച്ചരക്കും, എണ്ണ കൊണ്ടൊക്കെ മെഴുകി മറ്റേ നമ്മളെ ഈ കാവിട്ട നിലങ്ങളൊക്കെ നല്ല എണ്ണ കൊഴിച്ച് ആ രൂപത്തിൽ മെഴുകൊക്കെ പുരട്ടി അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് എൻ്റെ ഉമ്മമാൻ്റെ ഒക്കെ പറയുമ്പോൾ ഇവരുടെക്കാളും ഒന്നും കൂടി, കാരണം എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഇവരെക്കാളും ഒന്നുകൂടി പ്രായമുള്ള 10-20 വയസ്സ് കൂടുതലുള്ള ആളാണ്. നഫീസത്തെക്കാളും ഒരു 10-20 വയസ്സ് പ്രായം കൂടുതലുള്ള ആളാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മമാൻ്റെ കഥ പറയുമ്പോൾ ഇമ്മമാക്ക് ഇവരിലേറെ ഒന്നുകൂടി സാമ്പത്തികമായിട്ട് അവരുടെ ഫാമിലി ഒന്നുകൂടി സാമ്പത്തികമായിട്ട് മുന്നാക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ വീട്ടിലേക്ക് ഈ നനച്ചുളിൻ്റെ ടൈമിൽ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലുണ്ട്. അവിടെയൊക്കെ നനച്ചുളിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങളവിടുത്തെ പെരുന്നാത്തിമാർ, ഞങ്ങളുടെ അയൽവാസികളായിട്ടുള്ള പെരുന്നാത്തിമാർ വന്നുകൊണ്ട് വീട്ടിലെ സർവ്വ വസ്ത്രങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോകും. ഒരു തുണി കഷ്ണം പോലും ബാക്കി വെക്കാതെ എല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കാം. അവർ നമ്മളിപ്പോൾ ഈ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അന്ന് ഉപയോഗിച്ചിരുന്നതാണ് ഈ ചകിരിയും അതുപോലെ തന്നെ മറ്റേ കരിയിലൊക്കെ. അന്നത്തെ കാലത്ത് കഞ്ഞിവെള്ളം അങ്ങനെ എന്തോ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോ അന്ന് കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യം. അതിന്റെ മുമ്പാണ് ഈ സംഭവം പറയണത്. അവരെന്താ വെച്ചാല് ഈ കരിയിലകൾ, അതായത് ചെമ്മലിയും ചകിരൊക്കെ കത്തിച്ചിട്ട് ഒരു ചാരം ഉണ്ടാക്കിയാണ്ടാണ് ആ ചാരം കൊണ്ടാണ് അവർ വസ്ത്രമൊക്കെ അലക്കിയിരുന്നത് എന്നുള്ളതാണ് മമ്മ പറഞ്ഞതെന്നാണ് എനിക്ക്. ഇപ്പത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കണേക്കാട്ടി നല്ലത് ഇങ്ങനത്തെ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, ഇങ്ങനെ ചാരം ഉപയോഗിച്ച് ചാരം കൊണ്ട് തിരുമ്പിയാ ഇപ്പൊ നിങ്ങള് ഈ ഉജാലി മറ്റൊക്കെ മുക്കി വെളുപ്പിച്ചതിനേക്കാളും നല്ലത് ആ ചാരം കൊണ്ട് തിരുമ്പിയാ നല്ല വെളുത്തിട്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നനച്ചുളി അത്രയ്ക്ക് നമ്മള് ഒരു പ്രധാന ഘടകമായിരുന്നു അന്നത്തെ നോമ്പിന്റെ മുമ്പുള്ള ഒരു നമ്മള് പറയാറുണ്ട് ശാരീരികമായിക്കൊണ്ടും മാനസികമായിക്കൊണ്ടും നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോൾ പിന്നെ അത്രയും ശുദ്ധീകരണം നമ്മുടെ മനസ്സിന് ആവശ്യമുണ്ട്. പുണ്യമായ മാസമാണ് കടന്നു വരുന്നത്. ഇതിന്റെ മുമ്പത്തെ 2 മാസമായ റജബ് മുതലേ നമ്മള് പഠിച്ചോട് ചോദിച്ചു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങാൻ. റജബ് തന്നെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ട്. റമദാൻ അത്രക്കും വലിയ പുണ്യമായ മാസമാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായത് കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് പിന്നെ റജബ് മാസം എന്നുള്ളത് എൻ്റെ മാസമാണ്, ഷാബാൻ മാസം എന്നുള്ളത് തങ്ങളുടെ തങ്ങളാണ് അത് പറയുന്നത്. റജബ് എന്നുള്ളത് അള്ളാഹുവിന്റെ മാസമാണ്, ഷാബാൻ എൻ്റെ മാസമാണ്, എന്നാൽ റമദാൻ എന്നുള്ളത് നിങ്ങളുടെ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ആ കോട്ടിങ് വളരെ സ്വാധീനം ചെലുത്തുന്ന. അതൊക്കെ ഓരോ സമയത്തും റജബിലുള്ള ഓരോ നോമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മാസമാണെന്ന് പറയുമ്പോൾ ഇസ്രാ മിഅ്റാജ് നടന്നത് റജബിലാണ്. അപ്പോൾ അള്ളാഹു കാണിച്ചു കൊടുക്കാനായി നബി തങ്ങളെ കൊണ്ടുപോകുന്നത് ആ മാസത്തിലാണെന്നുള്ള രൂപത്തിലൊക്കെ ചരിത്രം മുന്നോട്ട് പോകുന്നുണ്ട്. ഷാബാൻ ആണെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററികൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. പിന്നെ റമദാൻ എന്നുള്ളത് നമ്മൾ പറയേ വേണ്ട, നമ്മൾ പോയി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും റമദാനിലുള്ള ഓരോ മുന്നൊരുക്കങ്ങളും റമദാൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്ക് വേണ്ടിക്കൊണ്ട് അള്ളാഹു ഒരിക്കലും റമദാൻ്റെ പിന്നെ പ്രതിഫലം നിശ്ചയിച്ച് വെച്ചിട്ടില്ല എന്നാണ് അല്ലെ. അങ്ങനെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ നോമ്പ് നോറ്റോളൂ, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകാം. ആത്മാർത്ഥതക്കാണ് അവിടെ മാർക്ക് ഉണ്ടാവും. അത് മാർക്ക് സ്കോർ രേഖപ്പെടുത്തുക എങ്ങനെയാന്ന് വെച്ചാല് അവരുടെ ഓരോ നോമ്പിന്റെ അള്ളാഹിലേക്കുള്ള ആ ഒരു ആത്മാർത്ഥതക്കാണ് അവിടെ മാർക്ക് എന്നുള്ളത്. അതെ അതെ.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ളതിനേക്കാണ് അള്ളാഹു മാർക്ക് നൽകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഒരുപാട്. ഇവിടെ ഞാൻ ഇന്നാളെ നമ്മൾ റിസർച്ച് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാനൊരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെടുന്നുണ്ടായി. ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ ഒരിക്കലും പറയില്ല അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം, അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത് നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ അതിന് വേണ്ടി ചർച്ച ചെയ്യാം, അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇന്റലക്ച്വൽ ആയിക്കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ ആധുനിക അറിവിനേക്കാളും ഒരുപാട് അറിവുകൾ ഒളിഞ്ഞു കിടക്കുന്ന പുരാതന അറിവുകളിലാണെന്നാണ്. പുരാതന കാലത്തുണ്ടായി ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അറബി അക്ഷരമാല തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അലിഫ്, ബാ, താ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഒരു അക്ഷരത്തിന് പകരം വെക്കാൻ ഒരു അക്ഷരം കൊണ്ട് സാധിക്കില്ല. കാരണം അറബി വേർഡ് എന്നുള്ളത് ഒരു അക്ഷരം മാറിപ്പോയാൽ പിന്നെ ആകെ മാറി, അവിടെ പറ്റുന്നത് ആ ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം? അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് സ്റ്റഡികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരം കേട്ട് ഞാൻ മൂപ്പര് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. മറുപടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വണ്ടൂർ സ്വദേശിയാണ്, മലപ്പുറം വണ്ടൂർ സ്വദേശിയാണ്. അദ്ദേഹം അന്ന് സ്കൂളിലെ ഏറ്റവും മികച്ച ടോപ്പറിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിനുശേഷം BEd എടുത്തൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം കാരണം ജോലിയിലേക്കൊന്നും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് പഠനത്തോട്, അറിവിനോട്, ജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം അദ്ദേഹം ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യുന്നു. ഒരുപാട് മതം ഏതാണെന്ന് അദ്ദേഹം നോക്കാറില്ല എന്നാണ് പറയാറുള്ളത്. ഏതാളത്താണ് ഇൽമ എവിടെ കണ്ടാലും, അറിവ് എവിടെ കണ്ടാലും അത് ഒപ്പിയെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വെച്ച് ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണം എന്നുള്ളത് അതെ. അതുകൊണ്ട് ഏതാളാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അതെ, അദ്ദേഹം പറയുന്നുണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതായത് എല്ലാവർക്കും അറിയാം തങ്ങളുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന്. അവർ ദൈവത്തെ പല പേരുകളിലും പല നാമങ്ങളിലായിക്കൊണ്ട് ഓരോരുത്തർ ഉച്ചരിക്കുന്നു മാറ്റില്ല. പക്ഷെ യഥാർത്ഥ ഇലാഹ്, അതായത് യഥാർത്ഥ സൃഷ്ടാവ് എന്നുള്ളത് ഒരാൾ മാത്രമാണെന്ന് എല്ലാ മതവിശ്വാസികളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ ഏത് കൃഷ്ണനുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് വകഭേദങ്ങളായിട്ട് ഒരുപാട് ദൈവങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഇതിലൊക്കെ ഈ ദൈവങ്ങളിലെല്ലാം കൂടിക്കൊണ്ട് അദ്ദേഹം ഉൽക്കുത്തിച്ചേരുന്നത് ഒരു സൃഷ്ടാവിൽ മാത്രമാണെന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരെ ഓരോ അവതാരങ്ങളായിക്കൊണ്ട് അവർ കണക്കാക്കുന്നു എന്നൊക്കെ വെക്കുമ്പോഴും അതിൻ്റെയൊക്കെ അടിസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു വഹദാനിയത്ത് എന്നൊക്കെ നമ്മൾ പറയും, ഒരു ഏകത്വം, ഒരു തൗഹീദിന്റെ വെളിച്ചം എവിടെയാണെങ്കിലും അങ്ങനെ ചിന്തിച്ച് പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയുണ്ടായി, അതായത് പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അപ്പോൾ ഞാൻ വായിച്ചിരുന്നൊരു ബുക്കുണ്ട്, വിശ്വാസത്തിൻ്റെ തെളിവുകൾ പറഞ്ഞിട്ട് ഫാരിസ് ബിയുടെ ബുക്ക്. അതിൽ പറഞ്ഞൊരു ചെറിയൊരു സംഭവം, അതായത് പടച്ചോൻ്റെ ഒരുപാട് തെളിവുകളാണ് അതിൽ പറയുന്നത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് മതമില്ലാത്ത എത്തിസ്റ്റുകളെ പൊളിച്ചടക്കുന്ന രൂപത്തിലുള്ള ബുക്കുകളാണ് അതിൽ വിമർശനമായ. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു ഉദാഹരണം കേട്ടോ, ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ നമ്മളെ കണ്ടന്റിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഡാവിഞ്ചിയാണ് മൊണാലിസ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഡാവിഞ്ചിയാണ് മൊണാലിസയെ വരച്ചത്, അതല്ലേ ശരി. പക്ഷെ ഡാവിഞ്ചിയെ വരച്ചത് ആരാണ്? ആ ഒരു ചോദ്യമാണ് നമ്മൾ പടച്ചോനുണ്ടോ എന്ന് ചോദിക്കുക. അതായത് എന്നെ സൃഷ്ടിച്ചത് റബ്ബാണ്, അപ്പോൾ റബ്ബിനെ സൃഷ്ടിച്ചത് ആരാണ്? ആ ചോദ്യം വളരെ എന്താ പറയുക, പൊട്ടത്തരം എന്ന് പറയുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ചർച്ചകൾ നമുക്ക് വേറെ പോഡ്കാസ്റ്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങാം. വിശ്വാസത്തിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫാരിസ് ബിയുടെ ബുക്കാണ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോ നോമ്പ് നമ്മളിപ്പോ ബറാത്തിനെ പറഞ്ഞു, മിറാജ് പറഞ്ഞു, ബറാത്ത് പറഞ്ഞു, പ്യൂരിഫിക്കേഷൻ അതിനെ പറ്റി പറഞ്ഞു. പ്യൂരിഫൈ പറയുമ്പോൾ എനിക്ക് വരുന്നത് ഒരു ഹദീസാണ്. പ്രവാചകരുടെ അടുത്തേക്ക് ഒരു സ്വഹാബി വന്ന് പറയുന്നുണ്ട്, എന്നെ ശുദ്ധീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹശേഷം വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ഒരു സ്വഹാബി വന്ന് പ്രവാചകരോട് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശിക്ഷ നടപ്പിലാക്കാണ് പ്രവാചകർ, എറിഞ്ഞതാക്കുന്ന ആ ശിക്ഷ നടപ്പിലാക്കുകയാണ്. ആ സമയത്ത് എറിയുന്നതിനിടയിൽ മറ്റൊരു സ്വഹാബിയുടെ ശരീരത്തിലേക്ക് ഈ ഒരു സ്വഹാബിയുടെ രക്തം ഇങ്ങനെ വീഴുന്ന സമയത്ത് ആ സ്വഹാബി പറയുന്നുണ്ട്,
വളരെയധികം നീചമായ രക്തം എന്നിലേക്ക് എന്നിൽ വന്ന് പതിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും പ്രവാചകനെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ പറയുന്നുണ്ട്, ഈ ചുറ്റും കൂടിയിരിക്കുന്ന 70 പേരുടെ രക്തത്തെക്കാൾ സംശുദ്ധമാക്കപ്പെട്ട രക്തമാണ് ഇവരുടെ ഈ ഒരു സഹാബിയുടെ രക്തം. അത്രയും പ്രാധാന്യം എല്ലാവരും ഈ ഒരു കാലയളവിൽ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെ മറച്ചു വെക്കാനാണ് ആളുകൾ നോക്കുന്നത്. ആ ഒരു സമയത്ത് കൂടി പടച്ചവനെ പേടിച്ചുകൊണ്ട് തന്നെ സൃഷ്ടാവിനെ ഭയന്നുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് സൃഷ്ടാവിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാനായി എന്ത് ശിക്ഷാമാർഗമാണ് ഈ ഒരു ലോകത്ത് തന്നെ സ്വീകരിക്കാൻ കഴിയുമെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ആ സ്വഹാബി നബി തങ്ങളെ സമീപിച്ചത്. അതാണ് റജബും ശാബാനും ഒക്കെ നൽകുന്ന പാഠങ്ങൾ. നിസ്കാരം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് മിഹ്റാജില് നബി തങ്ങൾ നിസ്കാരത്തെ സ്വീകരിച്ച കാര്യങ്ങൾ, അത് എങ്ങനെ ഇതിലേക്ക് വന്നു, നമ്മളെ ഉമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ നിസ്കാരത്തിലാണ് കിടക്കുന്നത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് പുതിയൊരു പോഡ്കാസ്റ്റ് വീഡിയോയിൽ വീണ്ടും ഒരുപാട് പുതിയ കണ്ടന്റുകളായിക്കൊണ്ട് നിങ്ങളെ കരയിൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.